പുലരുമ്പോഴൊക്കെ ഒരു പ്രതീക്ഷയാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ക്ലൗഡ് കിച്ചൺ നമുക്ക് പാർഷ്യലി മാത്രമേ സർവീസബിൾ ആയിട്ടുള്ളൂ, കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കടയിലേക്കുള്ള ഗ്രോസറി ഒക്കെ വന്നിട്ടുണ്ട്. ഇത് സൊമാറ്റോൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഗ്രോസറി മേടിക്കാൻ പറ്റും. വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇത്രയും വിലക്കുറവ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെയാണ് അധികം മേടിക്കാറുള്ളത്. എല്ലാ പ്രാവശ്യം മേടിക്കുന്നതിൻ്റെ ഒരു പകുതി മാത്രമേ ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് ഫുള്ളായിട്ട് ക്ലൗഡ് കിച്ചൺ ഇപ്പോൾ ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് നല്ല റിലാക്സിങ് മ്യൂസിക്കൊക്കെ ഇട്ടു, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് അത്യാവശ്യമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഞാൻ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒരു പീസ് ശർക്കരയൊക്കെ ഇട്ട് അതൊരു ഗീറ് പോലെ ആക്കിയെടുത്തു. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അരി ഇൻഡക്ഷനാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്, കാരണം ഇവിടെ ഒട്ടും ഗ്യാസില്ല. ഗ്യാസ് സ്റ്റൗവിനെ ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡക്ഷനിലാണ്. അപ്പോൾ ഷോപ്പിലേക്കുള്ള അരിയാണിത് ഈ കുക്കറിൽ വെച്ചിട്ടുള്ളത്. ഇതിൽ 1 കിലോ അരി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതിലേറെ കൂടുതൽ ഈ ഇൻഡക്ഷനെ വെക്കാനും പറ്റില്ല. അപ്പോൾ അത് വെച്ചു. പിന്നെ 1 കിലോനും കൂടി ഇത് വെന്തിട്ട് വെക്കണം. അപ്പോൾ ഷോപ്പ് തുറക്കുന്നതിൻ്റെ മുമ്പായിട്ട് അത്രയും വെക്കും. പിന്നെ ഒരു സിനിമ ഇന്നലെ കണ്ട് ബാക്കിയാക്കിയതുണ്ടായിരുന്നു. മോനത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും അത് കണ്ടിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഷോപ്പിൽ പോയി. ഷോപ്പിൽ ഓർഡറൊക്കെ വരുന്നതിൻ്റെ ഇടയിലാണ് ഇത് ശ്രദ്ധിച്ചത്. ബ്ലിങ്കിറ്റിൽ നിന്ന് സാധനം മേടിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഡോട്ട് ആൻഡ് ബോക്സ്, അതായത് നമ്മുടെ പഴയ പൂജ്യം വെട്ടി കളി ആ ഒരു ഗെയിമുള്ള കവറിലാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനും മോനും അത് കളിക്കുകയായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇത് കളിക്കാൻ. പക്ഷേ എൻ്റെ മോനെ തൊട്ടും അറിയില്ല. ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു, പക്ഷേ വലിയ രസം ഉണ്ടായിരുന്നില്ല അവൻ്റെ ഒപ്പം കളിക്കാൻ. അവൻ ഒട്ടും അറിയാത്തതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ചെയ്തു, കാരണം അവന് ഭയങ്കര ബോറടിയാണ്. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് സമയം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകും, ഈവനിങ്ങും പോകും. പക്ഷേ ഡേ ടൈം ഞാൻ അധികം വിടാറില്ല, നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ 5 മണിയായപ്പോൾ കടയൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ കറണ്ടൊക്കെ പോയാൽ നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വരും കേട്ടോ, കാരണം ഇൻഡക്ഷനിലാണ് കൂടുതലും കുക്കിംഗ് വരുന്നത്. എന്തായാലും 5 മണി മുതൽ 7 മണി വരെ ഞങ്ങൾ ക്ലോസ് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ വെറുതെ ഒന്നിനും വേണ്ടിയല്ല അത് സ്കൂട്ടർ കൊടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുക എന്നുള്ളത്. പിന്നെ എൻ്റെ സ്കൂട്ടർ EV ആണ്, അതുകൊണ്ട് തന്നെ പെട്രോൾ മേടിക്കണ്ട. അപ്പോൾ ഇവിടെ സിറ്റി ഭാഗത്തു നിന്നൊക്കെ കുറച്ച് മാറി ഇതുപോലുള്ളൊരു വില്ലേജ് ഏരിയ ഉണ്ട്. അങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു രസമാണ് ഇവിടെ വരുമ്പോൾ. അധികം പൊല്യൂഷനൊന്നുമില്ല. പിന്നെ നല്ല ഫാമിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്, അഗ്രികൾച്ചറൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ ക്യാബേജിൻ്റെയൊക്കെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പാർട്സൊക്കെ അവിടെ കാണാം. പിന്നെ പുതിയ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരിക്കലും അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് യൂക്കാലിപ്സ് കാർഡ് ഉണ്ട്. അതിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഒരു നല്ല രസമുള്ളൊരു ഫീലാണ്. പിന്നെ അധികം പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇതിൽ പോകാൻ. ഇങ്ങോട്ടൊക്കെ ഞാൻ വാക്കിങ്ങിന് വരാറുണ്ട്. 4 കിലോമീറ്ററൊക്കെ ഡെയിലി ഞാൻ വാക്കിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇവിടുന്ന് നേരെ പോയാൽ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഓർത്തത് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന്. ഇവിടെ ഒരു ഒറ്റപ്പെട്ട ഷോപ്പുണ്ട്, എപ്പോഴും ഇത് കാണാറുണ്ട്. ഇവിടെ നിന്നൊന്നും ഇതുവരെ മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ടേൺ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തേലും നല്ലൊരു സിറ്റുവേഷൻ ആവണം നാളെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.